എത്ര പേർ എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. അത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു കുറവല്ല. സാധാരണ നിലയിൽ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള വെടിക്കെട്ട് നിർമ്മാണത്തിൽ നിശ്ചിതമായൊരാളുകളല്ല വരിക. കാണാൻ വരുന്നവരുണ്ടാകും, സഹായികളായി ചില പോർഷൻ ഏൽപ്പിച്ച ആളുകൾ സഹായികളായി ചിലരെ കൂട്ടിയിട്ടുണ്ടാകും, അവരോടൊപ്പം വന്നവരുണ്ടാകും. കണക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിവിധമായ ആളുകൾ ലഭ്യമായിട്ടുള്ള കണക്കുകളനുസരിച്ച് ഒരു 30-40 ഇടയിലുള്ള ആളുകളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത്. ഇന്നലെ 40 ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഒരു കണക്കതിൻ്റെ ഇടയിൽ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ വെച്ച് പിന്നെ ഇന്നാകുമ്പോഴേക്കാണ് കുറച്ചുകൂടി മനസ്സിലാവുക. കാരണം നമ്മുടെ കേന്ദ്രങ്ങളിൽ ഇന്നലെ ഏതെങ്കിലും വിധത്തിൽ യാത്രയൊക്കെ പോയി തിരിച്ചു വരാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണം വരുമ്പോഴാണ് കുറച്ചുകൂടി ഗൗരവമായിട്ട് വരിക. ഇവിടുത്തെ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ട്രേറ്റ്, മെഡിക്കൽ കോളേജ് 4 സ്ഥലത്ത് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ ICUവിൽ ഒരാൾ അന്വേഷിച്ച് വന്നു, ഇന്നയാളെ കാണാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് തെരുത്ത് പിടിച്ചേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. എന്തായാലും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ടീമിനെയും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പരിശോധന